Hi friends, welcome to Capture Kit. So ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് മൊബൈൽ ഫോട്ടോഗ്രാഫിയാണ്. സോ ആദ്യം തന്നെ നമ്മളെടുത്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ സ്നാപ്സീഡ് ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഫോട്ടോ എടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയാണ്. അതായത് കൈയാണ് ഈ ഫോട്ടോയിൻ്റെ മെയിൻ സബ്ജക്റ്റ് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കൈ എടുക്കുക, കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ എടുക്കുക. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയോ മൊബൈൽ ഫോണോ ആണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാമറ ആണെങ്കിൽ ക്യാമറ വെച്ചെടുക്കുക, മൊബൈലാണെങ്കിൽ മൊബൈൽ വെച്ചെടുക്കുക, യുവർ ചോയ്സ്. പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ മൊബൈൽ വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ സാധാ എടുക്കുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് കാര്യമില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുല്ലിൻ്റെ ഉള്ളിൽ കൈ വരുന്ന ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് പുല്ലൊക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് പുല്ലെടുക്കണം എന്നില്ല, നിങ്ങളുടേതായ രീതിയിൽ പല ക്രിയേറ്റീവായിട്ട് ഈ ഫോട്ടോ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ്. അപ്പോൾ ഞാനെടുത്ത ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റാണ്. കാരണം കാലാവസ്ഥ തന്നെയാണ്, മഴ പെയ്യലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലേറ്റായ. അപ്പോൾ ഞാൻ 2 ദിവസം നോക്കി പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ വരണയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതേക്കൂട്ട് ഫോട്ടോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, അതായത് ആ പുല്ലൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ക്രിയേറ്റീവിൽ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പുല്ലുള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്തു. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈൽ എടുത്തിട്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റ് ആ പുല്ല്, അതായത് നമ്മൾ ആ സെലക്ട് ചെയ്ത ഫ്രെയിമിൽ കൊണ്ടുപോയി കറക്റ്റ് മൊബൈൽ വെച്ചു. അതിന് ശേഷം നമ്മൾ ആ പുല്ല് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെടുത്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ആ ഫ്രെയിമില്ല, അതായത് ആ പുല്ലിൻ്റെ ആ ഫോട്ടോ, അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകണം നമ്മുടെ കൈയാണ്. അതാണല്ലോ മെയിൻ സബ്ജക്റ്റ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്തു, കൈയിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. അതായത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ഒരു ഫോട്ടോ എടുക്കണം. ഇപ്പം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടെ ആരെയും കൂട്ടുമോ ആരെയൊക്കെ ഉണ്ടെങ്കിൽ എടുപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ ആരെയും കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്യാമറ എടുത്തിട്ട് ക്യാമറ ട്രൈപ്പോഡെ വെച്ചിട്ട് കറക്റ്റ് സെറ്റ് ചെയ്തു. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ എടുത്തിട്ട് ക്യാമറ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കറക്റ്റ് ക്യാമറേൻ്റെ ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് മൊബൈലിൽ നോക്കിയിട്ട് ഫോട്ടോ എടുത്തു. ഇതെന്തിനാണ് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും കൂട്ടിയില്ല. അപ്പം നിങ്ങൾ ഒന്നില്ലേ ഗൊറില്ലാപ്പോഡ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് മൊബൈലിൽ ഫോട്ടോ എടുക്കുക, അല്ലെ ആരെയൊക്കെ ഉണ്ടെങ്കിലും എടുപ്പിച്ചാലും മതി. വീട്ടിലുള്ള ആരായാലും കുഴപ്പമില്ല, ആരെയൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുപ്പിക്കുക. അതാണ് ഫോട്ടോയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തു, ആരെയും കൂട്ടാത്തതുകൊണ്ട്. അപ്പം നമ്മൾ കൈയിൻ്റെ ഫോട്ടോ എടുത്ത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പോൾ ക്യാമറയിൽ എടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ആരെ കൊണ്ട് എടുപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ചെയ്താലും മതി. അപ്പോൾ മൊബൈലിലാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ഫോട്ടോ എടുക്കേണ്ട പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്സീഡാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ സ്നാപ്സീഡിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ സ്നാപ്സീഡിലേക്ക് ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ടൂൾസ് എടുക്കുക, ലെൻസ് ബ്ലർ എടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് താഴെ ഇടുന്നുണ്ട്, അത് ജസ്റ്റ് പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്കിങ്ങനെ കറക്റ്റ് ബ്ലർ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വേണ്ടത്ര അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ കുറച്ച് കൊടുത്തു. ഇനി വീണ്ടും ടിക്ക് കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നേരെ ടൂൾസ് എടുത്തിട്ട് മേലേക്ക് വന്നാൽ ടൂൺ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഗ്രേഡ് ചെയ്യാനാണ്. ജസ്റ്റ് ഒന്ന് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ബ്ലറാക്കിയ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ കൈയിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൂൾസ് എടുക്കുക. അതിന് ശേഷം താഴേക്ക് വന്നിട്ട് ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുക. ആഡ് ഫോട്ടോ ഞെക്കിയിട്ട് ഈ ഫോട്ടോ ആഡ് ചെയ്യുക, അതായത് കൈയിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കൈയിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തു. ഇനി കറക്റ്റ് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ആ പുല്ലിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങേറ്റത്തെ ഒപ്പാസിറ്റി ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കുക. അതിനുശേഷം ടിക്ക് കൊടുക്കുക. ഇനി നേരെ മേലെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എടുത്തിട്ട് വ്യൂ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഞെക്കുക. ഡബിൾ എക്സ്പോഷർ ആക്കിയിട്ട് ഇറേസ്, അതായത് ബ്രഷ് എടുക്കുക. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 100 ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൈയിൻ്റെ ഭാഗം മാത്രം ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടില്ലേ?
അപ്പോൾ കറക്റ്റായിട്ട് വരണം. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ 0 ആക്കുക, എന്നിട്ട് മാക്സിമം സൂം ചെയ്തിട്ട് മെല്ലെ ഒന്ന് സൈഡൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നൈസായിട്ടൊന്ന് ഇറേസ് ചെയ്ത് കൊടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഞാൻ കണ്ടില്ലേ കറക്റ്റ് ഇങ്ങനെ ഇറേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് ഇറേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങിലോട്ട് പോകണതിന് മുന്നേ ജസ്റ്റ് ഒരു മിനിറ്റ്, അതായത് ഈ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൈ കറക്റ്റ് പിടിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ മാറിപ്പോയി. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ, അതായത് ഒരു പൂമ്പാറ്റേനെ പിടിക്കുന്ന ഒരു ഫീൽ, പൂമ്പാറ്റയല്ല, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ച് എന്ത് വേണമെങ്കിലും വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് കറക്റ്റ് കൈ പിടിക്കുന്നു. അപ്പോൾ ഇതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത്, അതായത് കൈ കറക്റ്റും പിന്നെ നമ്മളെടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടും, അതായത് ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടി കുറച്ച് പുല്ലൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്താലും മതി. ഇനി നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയില്ല ഈ മണ്ണായാലും എടുത്താൽ മതി, അതൊരു ടിപ്പാട്ടോ. അപ്പോൾ മണ്ണിൽ നിന്ന് കൈ പൊന്തി വരണം, പല രീതിയിലൊക്കെ ചെയ്യാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഈ സ്നാപ്സീഡ് ഉപയോഗിച്ച് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ സ്നാപ്സീഡ് വെച്ച് തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ബട്ടർഫ്ലൈൻ്റെ PNG ഇമേജിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ സ്നാപ്സീഡിൽ PNG ഇമേജ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ സ്നാപ്സീഡിൽ ഈ ഫോട്ടോ ഡബിൾ എക്സ്പോഷർ എടുത്തിട്ട് ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ മതി. വലിയ പാടൊന്നുമില്ല, പൂമ്പാറ്റ ചെറിയ പൂമ്പാറ്റ ആയതുകൊണ്ട് പെട്ടെന്ന് റബ്ബ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇറേസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് പിക്സാർട്ടാണ് ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ഈ ഫോട്ടോ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ആ പൂമ്പാറ്റ അതായത് ബട്ടർഫ്ലൈ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ചുമ്മാ ഒന്ന് ആഡ് ചെയ്താൽ മതി. PNG ഇമേജാണ്, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം രണ്ടിലും ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, സ്നാപ്സീഡ് ഉപയോഗിച്ച് ചെയ്തതും പിക്സാർട്ട് ഉപയോഗിച്ചും ബട്ടർഫ്ലൈ ആഡ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫോട്ടോയിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്നാപ്സീഡ് ഉപയോഗിച്ച് അതായത് ബട്ടർഫ്ലൈനെ ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ പിക്സാർട്ട് ഉപയോഗിച്ച് ആഡ് ചെയ്ത PNG ഇമേജ് വെച്ച ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്, അതായത് സ്നാപ്സീഡ് ഉപയോഗിച്ചിട്ട് ബട്ടർഫ്ലൈനെ റബ്ബ് ചെയ്ത് വെച്ചതും പിക്സാർട്ട് ഉപയോഗിച്ച് PNG ഇമേജ് ആഡ് ചെയ്ത ഫോട്ടോയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിൽ ഏത് ഫോട്ടോയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്താലാണ് ഞാൻ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. ഗൈസ് പേപ്പർ തിരിഞ്ഞു പോയി, സോറി ഗൈസ്, ക്ഷമിക്കുക. ഓക്കെ, സെറ്റല്ലേ? സെറ്റ്. ഡ്രാഗൺ ഗൈസ്, ഡ്രാഗന് വേണ്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയതാട്ടോ, ക്ഷമിക്കുക. എവിടെ ഡ്രാഗൺ?